എട്ടാം ശമ്പള കമ്മീഷന്റെ ചർച്ചകൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ സജീവമായി നടക്കുകയാണ്. പുതിയ കമ്മീഷൻ നടപ്പിലാകുന്നതോടെ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷകൾ. ഫിറ്റ്മെന്റ് ഫാക്ടറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ശമ്പള വർധനയ്ക്ക് കാരണമാകുന്നത്. എട്ടാം ശമ്പള കമ്മീഷനും അനുബന്ധ ചർച്ചകളും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ സജീവമായി നടക്കുന്നുണ്ട്. പുതിയ കമ്മീഷൻ നടപ്പിലാകുന്നതോടെ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടിസ്ഥാന ശമ്പളം 68,000 രൂപയ്ക്ക് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ കുതിപ്പിന് കാരണം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളവും മൊത്തം ശമ്പളവും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഗുണനസംഖ്യയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. പഴയ ശമ്പള ഘടനയിൽ നിന്ന് പുതിയ ശമ്പള ഘടനയിലേക്ക് എത്തുമ്പോൾ അടിസ്ഥാന ശമ്പളം എത്ര മടങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇതിലൂടെയാണ്. ഏഴാം ശമ്പള കമ്മീഷനിൽ ഇത് 2.57 ആയിരുന്നു. നിലവിൽ 18,000 രൂപയാണ് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം കേന്ദ്ര ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. എട്ടാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 3.68 വരെയോ അതിനു മുകളിലോ ഉയർത്തണമെന്നാണ് വിവിധ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർന്നാൽ നിലവിലെ കുറഞ്ഞ ശമ്പളമായ 18,000 രൂപ എന്നത് നേരിട്ട് 26,000 രൂപയോ അതിനു മുകളിലോ ആയി മാറും. ഇതോടൊപ്പം മറ്റ് അലവൻസുകളും DA കുടിശ്ശികകളും ലയിപ്പിക്കുന്നതോടെ ഉയർന്ന തസ്തികകളിലുള്ള ജീവനക്കാരുടെ തുടക്കത്തിലെ അടിസ്ഥാന ശമ്പളം തന്നെ 68,000 രൂപയ്ക്ക് മുകളിലേക്ക് ഉയരും. അതേസമയം എട്ടാം ശമ്പള കമ്മീഷന്റെ ശമ്പള പരിഷ്കരണം വൈകുകയാണ്. 2025 ഡിസംബറിൽ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അതായത് ജനുവരി 1 മുതൽ എട്ടാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ ശമ്പള വർധനവ് പ്രതീക്ഷിച്ചിരുന്ന ജീവനക്കാർക്ക് തിരിച്ചടി നൽകി 2026 പകുതിയായിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ല. എട്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 പകുതിയെങ്കിലും ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ 2026 ജനുവരി മുതൽ 2027 പകുതി വരെ ഏകദേശം 20 മാസമാണ് ജീവനക്കാർ കാത്തിരിക്കേണ്ടത്. അതായത് ജനുവരി മുതൽ 20 മാസത്തെ നഷ്ടപ്പെടുന്ന തുക കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് ലഭിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ശമ്പള പരിഷ്കരണത്തിനായി 2 മുതൽ 2.86 വരെയുള്ള വിവിധ ഫിറ്റ്മെന്റ് ഫാക്ടറുകളാണ് പരിഗണനയിലുള്ളത്. ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ലെവൽ 6 മുതൽ ലെവൽ 10 വരെയുള്ള തസ്തികകളിലെ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.